അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. കാര്യം ഇവിടെ നല്ല മഴയായിട്ട് നമ്മുടെ വീടിന് ചുറ്റും നല്ല വെള്ളമാണ്. നമുക്ക് എന്താ പറയുക, ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല, മുട്ടിൻ്റെ അവിടം വരെ വെള്ളമാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നീന്തി പോയിട്ട് വേണം നമ്മൾ റോഡിലോട്ട് എത്താനായിട്ട്. പിന്നെ മോന് 2 ദിവസമായിട്ട് പഠിത്തം ഇല്ലാത്തതുകൊണ്ട് കുട്ടിയുടെ കാര്യങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാനും പാപ്പിയും ഇവിടുന്ന് എങ്ങനെയും ഇറങ്ങും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക നാട്ടിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. അപ്പം എല്ലാവരും കണ്ടു കാണുമായിരിക്കാം. നമുക്ക് മഴ മൂലം ഉണ്ടായിട്ടുള്ള ഒരുപാട് അപകടങ്ങൾ. അപ്പോൾ എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. അപ്പം എല്ലാവരും സൂക്ഷിക്കുക. ഇന്നലെ തന്നെ ആലപ്പുഴയിൽ ഒരു അപകടം ഉണ്ടായിരുന്നു. ഒരു കുട്ടി കുളിക്കാനിറങ്ങിയിട്ട് കുട്ടീനെ കാണാതായി. ഇന്നലെ ആ കുട്ടിയെ പറവൂരിൽ നിന്ന് കിട്ടിയിരുന്നു. കടപ്പുറത്തിൻ്റെ തീരത്തുനിന്നാണ് ആളെ കൊച്ചിന് കിട്ടിയിരിക്കുന്നത്. ഒരു 18 വയസ്സുള്ള ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. മഴയാണ്, അപ്പം യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ എന്താ പറയുക, നമ്മൾ കൂടുതൽ അപകടങ്ങളിലേക്ക് എത്തിക്കാതെ കെയറായിട്ട് മുന്നോട്ട് പോവുക. എന്താ പറയുക, ഇപ്പം നല്ല മഴയാണ്, അന്തരീക്ഷം വളരെ മോശമാണ്. അപ്പോൾ പരസ്പരം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അപ്പോൾ എല്ലാ കുഞ്ഞു മക്കളെയും എല്ലാവരെയും തൊട്ട് കാത്തുരക്ഷിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് വളരെയധികം വിഷമമുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും കെയറായിട്ടിരിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. ഇപ്പം മഴ സമയമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് എന്താ പറയുക, മുഖ്യമന്ത്രിനെ പറഞ്ഞിട്ടോ എന്നിട്ടൊന്നും ഒരു കാര്യമില്ല. മഴയാണ്, അവർ ചെയ്യുന്നതിനുമൊക്കെ ഒരു പരിധിയുണ്ട്. അവർ ചെയ്യുന്നതിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം മുഖ്യമന്ത്രിനെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ കാലാവസ്ഥയാണ്. നമ്മൾ നല്ല കെയറായിട്ട് ഇരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, എൻ്റെ വീട്ടിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ ഇതിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ വീട്ടിലത്തെ അവസ്ഥ. ഇപ്പം എൻ്റെ വീട്ടിൽ മാത്രമല്ല, എല്ലാവിടും മഴയായിട്ട് ഇതാണ് അവസ്ഥ. പിന്നെ ആലപ്പുഴയിലെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, ആലപ്പുഴ എറണാകുളത്തൊക്കെ കൂടുതലും ഭയങ്കരമായിട്ട് വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം എല്ലാവരും കെയർ ചെയ്യുക. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. അപ്പം എല്ലാവരും എന്താ പറയുക, നല്ല രീതിയിൽ കുട്ടികളെ നോക്കുക, വെളിയിലോട്ട് ഇറങ്ങാതെ നോക്കുക. ഇപ്പം നമുക്ക് സ്കൂളിൽ ഓഫൊക്കെ ഇന്ന് അവധിയായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കുട്ടികൾക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ എന്താ പറയുക, വെളിയിലോട്ട് ഇറങ്ങാണ്ടിരിക്കുക. ഇപ്പം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഇറങ്ങാതിരിക്കാൻ പറ്റില്ല, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങേണ്ടതാണ്. അപ്പോൾ കുട്ടികളെ എല്ലാവരും സൂക്ഷിക്കുക. പിന്നെ ഈ കടപ്പുറം, കടൽ, ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് എല്ലാവരും പോകാതിരിക്കുക. എന്താ പറയുക, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
അപ്പോൾ ഗേസ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിത് നിങ്ങളോട് പറയാനാണ് വന്നത്. ഓക്കെ, താങ്ക് യു.